നമസ്കാരം ഗൈസ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയി ഉച്ചക്കലത്തെ. അപ്പൊ വ്ളോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു രാവിലെ തൊട്ട്. പക്ഷെ ഞങ്ങൾ മറന്നുപോയി. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്ത് കറിയാണ് ഉണ്ടാക്കിയേക്കണേ? എന്ത്? ഉരുളക്കിഴങ്ങ് വറുത്തരച്ചതും പിന്നെ മുട്ട വറുത്തതാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. പക്ഷെ മുട്ട വറുക്കാനായിട്ട് എടുത്തപ്പോഴാണ് വ്ളോഗ് എടുക്കേണ്ട കാര്യം ഞാൻ ആലോചിച്ചത്. ഉരുളക്കിഴങ്ങരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഉരുളക്കിഴങ്ങര ഉണ്ടാക്കി ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് വേപ്പല ഇടണം. വേപ്പല ഇതിനും വേണം. പിന്നെ എനിക്ക് മുട്ട വറുക്കാനും വേപ്പല വേണം ഗൈസ്, ഓംലെറ്റ് ഉണ്ടാക്കാൻ. അപ്പൊ വേപ്പല പൊട്ടിക്കാൻ പുറത്ത് പോകണം. ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഇങ്ങനെ കാണിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ വേപ്പല വേണം. വേപ്പല ഒരേ ഇലയിട്ട് പൊട്ടിക്കാൻ പാടില്ലാന്ന്, കുറെ പൊട്ടിക്കണം. അപ്പൊ ഞാൻ പൊട്ടിച്ചുകൊണ്ട് വരത്തി. നടന്ന് വേപ്പലയുടെ അടുത്തെത്തി. ഇതാണ് ഞങ്ങളുടെ വേപ്പല മരം. കണ്ട് ഇതുമ്മ കൊറേ വേപ്പലയൊക്കെ ഉണ്ട്. ഇനി അതിൽ നിന്ന് പൊട്ടിക്കണം. അടുത്ത വേപ്പല പൊട്ടിക്കാം. അടുത്ത വേപ്പല കാണാൻ വലിയ സുഖമില്ല. അപ്പൊ ഇത് പൊട്ടിക്കാം. ഇത് നമുക്ക് അങ്ങനെ വേപ്പല കിട്ടി. തിരിച്ചു വീട്ടിൽ പോവാ. കറി കൊണ്ടിട്. അതെ, ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾ വളർത്തിയെടുത്ത വേപ്പല. ഈ പറമ്പിൽ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ ഇവിടെ വരാറുണ്ട്. നല്ല വേപ്പല കറിയിലിടുമ്പോ മണം വരുന്ന ആര് കണ്ടുപിടിച്ചാവോ? വെറ്റില് വേപ്പലിടും. മൊത്തൂട്ടാ. ഓ പുറം പുറത്തുപോയി. ഞങ്ങൾക്ക് ഇങ്ങനെ ഇളക്കണം. ഇങ്ങനെ പതപ്പിച്ചെടുക്കണം. നല്ല വറുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നെ കാണില്ലേ? ഇത് വറുത്തിട്ട് ഞാൻ കാണിച്ചുതരാം. വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വറുത്തരച്ച കറിയിൽ ഇങ്ങനെ വെക്കണം. എന്നാ വറുത്തരച്ച കറി കിരികിരിന്നിരിക്കണേ. പിന്നെ എന്താ ചെറുപയർ ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മുടെ മുട്ട വറുത്തത് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ എടുത്തിട്ട് നല്ല രസമുണ്ട്. എൻ്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് നേരം പുറത്ത് വന്നിരുന്നിട്ട് അങ്ങാടി ഇങ്ങാടൊക്കെ നോക്കിയിരിക്കുക. കുറച്ച് നേരം പുറത്തേക്ക് ഇവിടെ പോണ ആൾക്കാർ, ഇതിൽ കൂടെ പോണ ആൾക്കാരെ നോക്കിയിരിക്കുക. അതിപ്പോൾ ഒരു ചേട്ടൻ പോകും കണ്ട. ഇങ്ങനെ നോക്കിയിരിക്കുക. പോണ ബൈക്കിൻ്റെയൊക്കെ എണ്ണ ഒട്ടിക്കുക. എന്താ സുഖം നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഒരു എന്താണ്, തൊഴിൽ രഹിതയായ ഒരു യുവതിക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ ഗൈസ്. പിന്നെ ഇതൊക്കെ ഒരു രസമാണ്. നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നമ്മളിനി ഇങ്ങനെ ഇരുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചൊക്കെ ഇരിക്കാം. നമുക്ക് കുറേ ചിന്തിക്കാനുണ്ടാവുമല്ലോ. ചിന്തിക്കാൻ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാമല്ലോ. അങ്ങനെ ചിന്തിച്ചൊക്കെ ഇരിക്കാം. പിന്നെ എത്ര മണിയായിപ്പോൾ? ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ബോറടിക്കും. അപ്പോൾ ബോറടിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കിടന്ന് ഉറങ്ങും. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ബോറടിച്ച് കഴിയുമ്പോൾ ഞാൻ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. ഗൈസ്, ഞാനപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ഒരു കാര്യം ഞാൻ ആലോചിച്ചത്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമില്ലേ, അന്നൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഞാൻ കൊതിച്ചിരുന്നു. വെറുതെ ഉച്ച ടൈമാകുമ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുക. ഇടയ്ക്ക് നമുക്കിങ്ങനെ ക്ലാസ് ഒഴിവൊക്കെ കിട്ടുമല്ലോ. ഞങ്ങൾക്ക് ഈ മറ്റേ എന്തായിരുന്നു അന്ന് നമുക്ക് മഴയത്ത് ഒഴിവ് കിട്ടുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അന്ന് അധികം ഇപ്പോഴത്തെ പോലെ മഴയുടെ ഒഴിവ് അധികം കിട്ടൂലായിരുന്നു. പിന്നെ മറ്റേ പുഴു വരുമ്പോൾ സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു മിനിറ്റ്, ബൈക്ക് പോകണോണ്ട് ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ആവും. പുഴു വരുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് ക്ലാസ്സിൽ ലീവ് കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ മറ്റേ ക്ലാസ്സിൽ നിറച്ചും പുഴുവൊക്കെ വരും. ഞങ്ങൾ ഒരു ഇടയ്ക്ക് ഓഡിറ്റർ റൂമിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കോൺക്രീറ്റിൻ്റെ റൂമിലേക്ക് വന്നത്. അപ്പോൾ ഓഡിറ്റർ കോൺക്രീറ്റ് റൂമിലുണ്ടായിരുന്നു പുഴുവിൻ്റെ സീൻ. അത് മറന്നുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ പുഴുവിൻ്റെയൊക്കെ അങ്ങനത്തെയൊക്കെ ഒഴിവൊക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ നമുക്ക് ക്ലാസ്സിൽ ഒഴിവൊക്കെ കിട്ടും. അപ്പോൾ ഭയങ്കര കൊതിയാണ്. കാരണം വീട്ടിലിങ്ങനെ ഉച്ച സമയത്ത് ഫുഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുക, കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കുള്ളൂ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, മൊമെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ മൊമെൻ്റ് കിട്ടിയപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞത്. ഇത് വലിയ സുഖമുള്ള കാര്യമല്ല. എപ്പോഴും ഇങ്ങനെ ഒരേ റൊട്ടീൻ തന്നെ. രാവിലെ എഴുന്നേൽക്കുക, കാര്യങ്ങളൊക്കെ നോക്കുക, ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കുക, ഉച്ചയ്ക്ക് കിടന്നുറങ്ങുക, പിന്നെ അത് കഴിഞ്ഞ് എണീക്കുക, വീണ്ടും കാര്യങ്ങളൊക്കെ നോക്കുക, പിന്നെ രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങുക. ഐ തിങ്ക് ഇറ്റ്സ് ബോറിങ്. ഇപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബോറാവും. എന്നാൽ നമ്മൾ എൻജോയ് ചെയ്യാം. വലിയ ടാസ്കുള്ള കാര്യമല്ല, വെറുതെ ഇരുന്നാൽ പോരെ. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചിന്തിക്കും. അതാണ് ഒരു സീൻ. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, കിടന്നുറങ്ങാം.
അപ്പം ഉറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. പിന്നെ എനിക്കൊരു കഴിവുണ്ട്, ഞാൻ ചിന്തിച്ച് ഉറങ്ങിപ്പോവും. എന്നെ പോലത്തെ ആ കഴിവുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിങ്ങനെ ചിന്തിച്ച് ഉറങ്ങിപ്പോവും ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിക്കും. പിന്നെ ബുക്ക് വായിച്ചാൽ ഞാൻ വേഗം ഉറങ്ങും. പിന്നെ ബുക്ക് വായിക്കാൻ എനിക്ക് അതൊരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുള്ളൂ. അപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് വേഗം ഉറങ്ങാമല്ലോ. ഇത് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഉറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. അമ്മ എന്തിനാണ് എപ്പോഴും പഠിക്കി എന്ന് പറഞ്ഞിരിക്കണത്? എന്താ റീസൺ പറ. വായ തുറന്നാൽ ഈ പടി എന്നുള്ള കാര്യം മാത്രമുള്ള, വേറെ എന്തെങ്കിലും പറഞ്ഞൂടെ മോളെ? വേറെ എന്തെങ്കിലും കാര്യം പറയാം മോളെ, ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അല്ലാണ്ട് പടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറ? പടി എന്ന് പറഞ്ഞിട്ട് പഠിച്ചാല് ജോലി കിട്ടും. 5 ക്വസ്റ്റ്യൻ നീ ഒരു ദിവസം പഠിച്ചാൽ 5 ക്വസ്റ്റ്യൻ പഠിച്ചാ എനിക്ക് PSC ജോലി കിട്ടുന്നാണ് എന്റെ മദർ പറയുന്നത്. 2 വർഷം കൊണ്ടാലും കിട്ടിയാലും എന്ത് കിട്ടും? എന്തെങ്കിലും PSC ഇല്ല. ഇപ്പൊ PSC ഇതൊക്കെ ഉണ്ട്. 10 ക്വസ്റ്റ്യൻ ഒരു ദിവസം പഠിക്കാം. നാളെ 10 ക്വസ്റ്റ്യൻ പഠിക്കാം. അപ്പൊ PSC പഠിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കേട്ട് ഈ ഉപദേശം സ്വീകരിക്കേണ്ടതാണ് അല്ലേ? കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അമ്മക്ക് ആ മുടിയുടെ കളർ മാറ്റി വെള്ളയമ്മ ഡൈ അടിച്ചൂടെ? എന്തേ അരച്ചമ്മേ? എത്ര വയസ്സായ അമ്മക്ക്? 48 ആയിട്ടുള്ള. അപ്പോഴേക്ക് നരച്ച് വയസ്സെത്തി തള്ളമ്മ പോലെ അങ്ങനെ ഇങ്ങനെ ഇരിക്കണത്. നമുക്ക് ഇത്ര ലിപ്സ്റ്റിക് ഇട്ടാത്തെ വേണ്ട. വെറുതെ ഇരിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? വെറുതെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അത് നല്ലൊരു കാര്യമാണ് ചീത്ത കാര്യമാണ്? വെറുതെ എന്ത് ഉച്ചക്ക് വെറുതെ ഇരിക്കുന്നതാ? അത് എൻജോയ് ചെയ്തോണ്ടിരിക്കണ മദറിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഉച്ചക്ക് വെറുതെ ഇരിക്കാൻ നല്ല കാര്യമാണെന്നാണ് ഇപ്പൊ മദർ പറയണത്. ഞാനൊക്കെ നല്ല കാര്യമല്ല, ദൈവം അനുഗ്രഹമല്ല. തീർക്കും വെറുതെ ഇരിക്കാൻ മടിയോ, ജോലിയില്ല, കൂലിയില്ല, വേലയില്ല. അത് എന്നെ കളിയാക്കിയതാണ് ഗൈസ്. ഇത്രയും മതി ഇന്റർവ്യൂ. ഞാൻ അധികം പോയാൽ ശരിയാവൂല. ഇനി കുറച്ചു നേരം നമുക്ക് എൻ്റെ വീട്ടിലെ പറമ്പൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, ചെടികളൊക്കെ കാണിച്ചു തരാം. വെറുതെ ഇരുന്നപ്പോൾ കുറച്ചു നേരം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് വരൂ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇതേ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഞങ്ങളുടെ താഴത്തെ ടാങ്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളുടെ താഴത്തെ ടാങ്കാണ് ഇത്. ഞങ്ങളുടെ അടുത്ത ഒരു മാവാണ് ഇത്. ഒരു ചെറിയ പറമ്പാണെങ്കിലും ഈ പറമ്പിൻ്റെ ഉള്ളിൽ ധാരാളം മാവുകളുണ്ട്. ഇതൊക്കെ എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും കൃഷിയാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് പൂവ്, ഇത് നമ്മുടെ ജമന്തി, ഇത് നമ്മുടെ എന്താണ് അച്ചിങ്ങയൊക്കെയാണ് ഈ കാണുന്നത്. ഇനിയുമുണ്ട്, ഞാൻ കാണിച്ചുതരാം. ജമന്തിയാണ് നിങ്ങളെ കാണുന്നത്. അതിലൊരു ഈച്ച വന്നിരിക്കണ വ്യൂ കാണാം. ഹായ്, തേനീച്ച തേൻ കുടിക്കണ. ഹായ്, നല്ല സീൻ കിട്ടി. ഇവിടെ നിന്ന് നടന്നിട്ട് നമുക്കിനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാം. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇവിടെയൊക്കെ ചിലപ്പോൾ പൂച്ചക്കാട്ടം കിടപ്പുണ്ടാവും. ഇവിടെ കുറച്ച് അണ്ടപ്പൂച്ചകളുണ്ട്. ഈ അണ്ടപ്പൂച്ചകൾ ഈ മെറ്റലിൽ വന്നിട്ട് കാര്യം സാധിച്ചിടും ഗൈസ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. ഞാൻ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടെ. ഈ പൂച്ചകളുടെ ഒരു പണിയാണ് ഈ മെറ്റലിൽ വന്ന് വേണ്ടാത്തൊക്കെ സാധിച്ചിടണത്. അപ്പുറത്തെ വീട്ടിലെ പൂച്ചകൾ മെറ്റലിലാകുമ്പോൾ നമുക്ക് കോരിക്കളയാൻ ടാസ്ക്കാണ്, അവർക്ക് പണി തരാൻ എളുപ്പമാണ്. ഞങ്ങളുടെ അടുത്ത മാവ് ഇത് ഞങ്ങളുടെ അടുത്ത മാവാണ്. ഇത് നമ്മുടെ വേറൊരു മാവാണ്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ കാണുന്നുണ്ടെന്നറിയില്ല. ഇത് അടുത്ത വേറൊരു മാവാണ്. ഇനിയുമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇത് ഞങ്ങളുടെ ഒരു ജാതിമരം, അതടുത്ത ജാതിമരം. അയ്യോ സോറി ഗൈസ്, മറ്റേ ജാതിമരം ഉണങ്ങി കരിഞ്ഞു പോയത് ഞാൻ മറന്നുപോയി. ഈ ഒരു ജാതിമരമേ ഞങ്ങൾക്ക് നിലവിലുള്ളൂ. ഇതുമ്മ ഇടക്കിടക്കൊക്കെ ജാതിക്ക് ഉണ്ടാവാറുണ്ട്. ഇത് ഞങ്ങളുടെ അലക്കുകല്ല്, ഒരു ചെറിയൊരു അലക്കുകല്ല്. ഇവിടെ അലക്കാറൊന്നും അധികം പതിവില്ല. അങ്ങനെയല്ല, കല്ലും അലക്കണത് കുറവാണ്. അമ്മാമ്മ ഉണ്ടെങ്കിൽ അലക്കും, അമ്മ കുറച്ചൊക്കെ അലക്കും, പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടും ഗൈസ്. പിന്നെ അവിടെ ജമന്തി നിൽപ്പുണ്ട്. ഇനിയും കാണിച്ചു തരാം. ഇനി ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പണ്ടത്തെ ബെല്ലമ്മയുടെ കൂടായിരുന്നു. ഞങ്ങളുടെ ബെല്ലമ്മ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. ഇത് അവർക്ക് വേണ്ടി പണിത ഒരു കൂടാണ്. ഇപ്പം അതൊരു അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പം ആ കൂട് കാണാനുള്ള അതിൻ്റെ ലുക്കൊക്കെ പോയി. കാരണം അവളില്ലല്ലോ ഇതിൽ. അപ്പോൾ അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അവളുടെ തല വെച്ച് അവൾ കിടക്കും. അതൊരു ബെല്ല എന്ന് പറയുമ്പോൾ ഒരു ലാബ്രഡോർ ആയിരുന്നു ഗൈസ്. ലാബ് എന്നൊക്കെ പറയാനുണ്ടായിരുന്നുള്ളൂ. കിളന്ത് മനസ്സുള്ള ഞങ്ങളുടെ പാവം ലാബായിരുന്നു. പക്ഷെ ആളിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പം അവക്കടെ വീടാണ് ഈ കാണുന്നത്. വീടിൻ്റെ ഒരു സെയിം കളർ പാറ്റേണിൽ തന്നെയാണ് അപ്പോൾ അവക്കടെ വീടും ഞങ്ങൾ റെഡിയാക്കി എടുത്തത്.
പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ചെറിയൊരു പറമ്പിൽ ചെറിയൊരു വാഴത്തോട്ടം കാണാം. അത് വാഴത്തോട്ടമല്ല, തനിയെ മുളച്ചു വന്ന വാഴകളാണ് നിങ്ങളീ കാണുന്നത്. തന്നെ ഉണ്ടായി വന്ന വാഴകൾ. കുറേ വാഴയുണ്ട് ഇവിടെ. ഒക്കെ കളയേണ്ട സമയമായിരിക്കുന്നു. പിന്നെ അപ്പുറത്ത് വീടാണ്. പിന്നെ അടുത്ത മാവ്, ഇത് വേറൊരു മാവാണ്. ഇത് അവിടെ ഒരു മാവുണ്ടായി, അതെൻ്റെ മദർ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ടോട്ടലി ഇപ്പോൾ 4 മാവായി ഇതിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെന്താണ്, പിന്നെ ഇത് ഞങ്ങളുടെ വേറൊരു റൂമാണ്. ഇതിൽ ഒരു ബാത്റൂം ഉണ്ട്, പിന്നെ റൂമുണ്ട്, അങ്ങനെയൊക്കെ വെറുതെ ചെറിയൊരു റൂമാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതാണ് എൻ്റെ വീട് കാണുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. നമുക്ക് കറങ്ങി വേറെ സൈഡിൽ കൂടെ പോയി കാണിച്ചു തരാം. നമുക്ക് വീട് ചുറ്റും കറങ്ങാം. ഞങ്ങളുടെ കിച്ചണിലേക്കുള്ള പുതിയതായിട്ടെടുത്തൊരു കിച്ചണിലേക്കുള്ളൊരു ഡോറ്, കിച്ചണിലേക്കുള്ളൊരു വഴി. അതാണ് ഞങ്ങളുടെ കിച്ചൺ. ആരും ഇല്ലാണ്ട് കിടക്കുന്നു, കാരണം അമ്മ ഉറങ്ങി. നമുക്ക് ഈ വഴി കറങ്ങി പോവാം. ഇതിൽ കൂടി ഇങ്ങനെ ചെറുതായിട്ട് നടക്കാനുള്ളൊരു വേ മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടെ നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു കിണറുണ്ട് ഗൈസ്. വെള്ളം ഉണ്ടാകും, നോക്കാം. വെള്ളമുണ്ട്, പക്ഷേ ഇത് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഇതിൽ നിന്ന് ക്ലീനൊക്കെ ചെയ്തിടും, അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ കിണർ വന്നിട്ട്. നമുക്ക് ഇങ്ങനെ നടന്ന് ഈ വഴി പോവാം. നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷിച്ച് നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും. ഇത് അടുപ്പിൻ്റെ പുക പോണ ഒരു സംഭവമാണ്. പിന്നെന്താ, എനിക്കറിഞ്ഞ എച്ചോർ തന്നെ ഇപ്പം എത്തും. അമ്മോ. അപ്പോൾ ബൈ ഞാൻ പറഞ്ഞ പോലെ ഞാനൊന്ന് ഉറങ്ങട്ടെ ഗൈസ്. അപ്പോൾ ഉറങ്ങിയിട്ട് വരാം. ഇപ്പോൾ ഉറക്കം നിർബന്ധമാണ് ഉച്ചയ്ക്ക്. എൻ്റെ അനിയൻ പൂക്കി അനിയൻ, അവന് വ്ലോഗിൽ വരുമ്പോ പൂക്കി തരം കാട്ടും. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. കുറച്ച് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ ഉറങ്ങാൻ പോകുന്നു പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയില്ല ഗൈസ്. അപ്പോഴേക്ക് എൻ്റെ ചിറ്റ ഇളയച്ചനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരപ്പം കുറച്ച് നേരം സംസാരിച്ച് എന്തായാലും ഞാൻ ഉറങ്ങി. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഉറങ്ങി. പിന്നെ എഴുന്നേറ്റത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി ഫ്രഷായി. ഇന്ന് ഞാൻ തിരിച്ച് അരുണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അരുൺ എന്നെ പിക്ക് ചെയ്യാൻ വരും. അതിന് മുന്നേ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് റെഡിയായി നിൽക്കണം. ഫുഡ് ഉണ്ടാക്കണം. ഉപ്പുമാവും മുട്ടക്കറി ഉണ്ടാക്കാനാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് അരുൺ പിക്ക് ചെയ്യാൻ വരുമ്പോൾ അരുണിൻ്റെ കൂടെ അരുണിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പം ഞാൻ അരുണെ കാണിച്ചു തരാം. ഇന്നത്തെ വ്ളോഗിൽ അരുൺ ഉണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായുള്ളൂ. അമ്മ ഉണ്ടായിട്ടാ. അപ്പോൾ ഞാൻ അരുണെ കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ബിഗ് ബോസിൻ്റെ സീൻ എപ്പിസോഡാണ്. സാറ്റർഡേ സൺഡേ നമ്മുടെ ലാലേട്ടൻ വരും. അപ്പോൾ ഇന്ന് ലാലേട്ടൻ്റെ സീനാണെന്നാണ് തോന്നുന്നത്. പ്രൊമോലൊക്കെ ഇത്തിരി സീനായിട്ടാണ് കണ്ടത്. അപ്പോൾ അത് കാണണം. അത് കാണാണ്ട് ഇപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. അഡിക്റ്റായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അരുണിൻ്റെ അമ്മയും ചേച്ചിയും ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നൊക്കെയാണ് കാണാറ്. അപ്പം ഇന്ന് അത് കാണണം. Tata. Bye. See you. Where are you going today? I am going to my home. Alabar. I am going to my home. You are go. Okay, Tata. Bye. Thank you. Ponta. Okay. അടുത്തടാ ഞാൻ പോണേ. ഈ പണിയാണ് നമുക്ക് ഭയങ്കര കാര്യമായിട്ടുള്ളത്. ഇതുപോലെ വല്ല വേറെ നല്ല കാര്യം ചെയ്യണമെങ്കിലാണ്. Who are you? I am my name is Havaldar P.K. Sundaran. Okay, Tata. Do you know about that? No, I don't. I know about that. How we now? Where are going now? Guys, now I am going to my home. Yeah, Abhi. अयो हिंदी की मुझे मालूम नहीं मालूम. कोई नहीं, कुछ नहीं होगा. मैं इधर से भगवान से प्रार्थना करके भेजेगा. ओके. वो कुछ नहीं होगा आपको. वो जो किधर जाना मांगता है उधर आराम से जाना. उधर जाकर अगर भगवान को मिलता है तो 2-3 दफा तो उसको भगवान से ऐसे करके देखना. ओके, डन. ടാറ്റ. എല്ലാം മനസ്സിലായി. വേഗം പൊക്കോടാ. അപ്പൊ ചേട്ടന്റെ വീട്ടിൽ വന്നൊക്കെയാണ്. അപ്പോഴാണ് ഗൈസ് ഒരു കോമഡി ഉണ്ടായത്. ഞങ്ങൾ രണ്ടുപേര് സെയിം ഡ്രസ്. ഞങ്ങളിത് വണ്ടറിലെ പോയപ്പോ എടുത്താണ് ഗംഗ അല്ലേ? അതെ അതെ. ഞാൻ
ഞങ്ങൾ അറിഞ്ഞോണ്ടിട്ടതല്ല ഗൈസ്, അറിഞ്ഞോണ്ടിട്ടതല്ല, അറിയാണ്ട് ഞങ്ങള് എന്തായിരുന്നു ട്വിന്നിങ് ആയി അല്ലേ? എന്താ പറയാ ആക്സിഡന്റലി അങ്ങനല്ല, വേറെ എന്തൊരു വേർഡ് പറയൂലേ അങ്ങനെ ഇട്ടതിന്? അറിയില്ല, ഐ ഡോണ്ട് നോ. കോയിൻസിഡന്റ് ആയിട്ട് സംഭവിച്ചൊരു സംഭവമാണ് ഗൈസ് ഇത്. ഇതൊരു സംഭവമാണ്, അല്ല അത് എടുക്കാൻ പറ്റില്ല. എന്നാ ഞങ്ങൾ വണ്ടർല ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഈ ഡ്രസ്സ് ഇപ്പൊ ഞങ്ങളത് വീട്ടിലിടാൻ യൂസ് ചെയ്യുന്നു. ഞാൻ ചേട്ടന്റെയും ഇടും എന്റെയും ഇടും. ഞാൻ എന്റെ മാത്രം ഇടും, ആരുണ്ടെ ഇല്ല. എന്താ വന്നില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ നിങ്ങൾ മുന്നേ കണ്ട വീഡിയോന്റെ ഔട്ട്ഡോർ എടുക്കാൻ ഞാൻ വീണ്ടും മറന്നു പോയിരിക്കുന്നു ഗൈസ്. എന്നിട്ട് ഇന്ന് ഡാൻസ് കളിക്കാൻ വന്നപ്പോഴാണ് അതിന്റെ ഔട്ട്ഡോർ ഞാൻ എടുക്കുന്നത്. ഫസ്റ്റത്തെ വ്ളോഗ് എടുക്കലായതുകൊണ്ടായിരിക്കാം കുറേ കാര്യങ്ങൾ ഞാൻ മറന്നു പോകുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഫോണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ അതൊക്കെ മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഒരു ചമ്മലൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ ഒരു വ്ളോഗ് എടുത്തപ്പോൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു സൂൺ.